നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അധികാര ദുർവിനിയോഗം കൊണ്ട് കേരളത്തെ മുച്ചൂടും മുടിച്ച പിണറായി സർക്കാർ 2 തവണ കേരളം ഭരിച്ചപ്പോഴും സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കിയതല്ലാതെ കേരളത്തിന് എന്ത് നൽകി എന്നുള്ള ചോദ്യമാണ് ഇടത് സർക്കാരിനോട് ജനങ്ങൾ ചോദിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള പിണറായി സർക്കാരിന്റെ ഭരണത്തിന് മറുപടി ജനം നൽകുകയും ചെയ്തു. പാർട്ടി എന്നും മുന്നോട്ട് തന്നെയെന്ന് വിശ്വസിച്ച സഖാക്കന്മാർ പോലും ആ സത്യം മനസ്സിലാക്കി. ജനങ്ങൾ മറുപടി പറയാൻ തുടങ്ങിയിട്ടുണ്ട്, പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ജനങ്ങളുടെ വഴിക്ക് പിണറായി സർക്കാർ പോയില്ല എങ്കിൽ, ഇടത് സർക്കാർ പോയില്ല എങ്കിൽ, ഇടത് നേതാക്കന്മാർ പ്രവർത്തിച്ചില്ല എങ്കിൽ കേരളത്തിന്റെ അവസാന ഇടത് ഭരണകൂടമായി മാറും പിണറായി വിജയന്റേത് എന്നുള്ള നിഗമനത്തിലേക്ക് അടക്കം പാർട്ടി എത്തി. ഇതോടുകൂടെ എങ്ങനെയെങ്കിലും ജനങ്ങൾക്കിടയിലുള്ള ഈ ഒരു ബോധ്യം മാറ്റണം എന്നും ഇടത് മനോഭാവങ്ങളെ, ഇടത് സർക്കാരിനെ വീണ്ടും ചേർത്ത് പിടിക്കണമെങ്കിൽ അവർക്കൊപ്പം നിൽക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു സഖാക്കന്മാർ. ഇതിനുവേണ്ടി പാർട്ടിയുടേതായ രീതിയിൽ, നേതാക്കന്മാരുടേതായിട്ടുള്ള രീതിയിൽ, സർക്കാരിൻ്റെതായിട്ടുള്ള രീതിയിൽ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്നിപ്പോൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഒരു KSRTC കാണുകയാണെങ്കിൽ ആ KSRTCക്ക് മുൻ 2 വശങ്ങളിലുമായിട്ട് വലിയ രീതിയിലുള്ള ഫ്ലെക്സുകൾ കാണാം, അതായത് നോട്ടീസ് കാണാം. പിണറായി സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പിണറായി സർക്കാരിന്റെ അവകാശവാദങ്ങൾ, പിണറായി സർക്കാർ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ബോർഡാണ് ഈ KSRTCയിൽ ഒന്നടങ്കം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. കുറച്ച് കാലത്തേക്ക്, അതായത് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയം വരെ ഒരു ടെൻഡർ വിളിച്ചുകൊണ്ട് ചില നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരം പോസ്റ്ററുകൾ സർക്കാർ ഒട്ടിച്ചിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ആ ഒട്ടിച്ചിരിക്കുന്ന വാക്കുകൾ, അതിൻ്റെ അകത്ത് പറയുന്ന പരാമർശങ്ങൾ, അതായത് പവർ കട്ടില്ലാത്ത 10 വർഷം, ഏറ്റവും വികസനമായിട്ടുള്ള റോഡുകളുള്ള 10 വർഷം, അങ്ങനെ ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിച്ച് രംഗത്തേക്ക് വരികയാണ് പാർട്ടിയും പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇത്തരത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ച് രംഗത്തേക്ക് വരുന്ന പാർട്ടിക്ക് ചെകിടത്ത് അടി കിട്ടിയതുപോലെയാണ് പൊതുജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങുന്നത്. അതായത് ഈ കാണുന്ന കൊള്ളത്തരങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് ഇത്തരത്തിൽ വാക്കുകൊണ്ട് മാത്രം ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. ഇത് പൊതുജനങ്ങളാണ്, എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളവരാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണാനിടയായി. അതായത് ഈ പറയുന്ന രീതിയിൽ KSRTC ബസ്സുകളിൽ ഈ ബോർഡ് ഒട്ടിച്ചിരിക്കുന്ന ചില ബസ്സുകൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു സാമൂഹിക മാധ്യമത്തിൽ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു പേജ് ഹാൻഡിൽ ചെയ്യുന്നത്. ആ ഒരു വ്യക്തി ആ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്, ഈ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ഈ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്ന ഈ ഒരു KSRTCയുടെ ലൈസൻസ് അല്ലെങ്കിൽ KSRTCയുടെ ഇൻഷുറൻസ് പുതുക്കാൻ പോലും പറ്റാത്ത നിയമലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു തുറന്നു പറച്ചിലൂടെയുണ്ട് ഈ പറയുന്ന അവകാശവാദങ്ങളും ഈ പിണറായി സർക്കാർ എന്താണ് ഇവിടെ ചെയ്തത് എന്നുള്ള കാര്യം. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങൾ കൂടെ കാണാം. പവർ കട്ട് ഇല്ലാത്ത 10 വർഷങ്ങൾ ഒന്നായി തുടരാം നവകേരളത്തിലേക്ക്. ഈ നവകേരളത്തിലേക്ക് പോകുമ്പോ ഈ പവർ കട്ടില്ലാത്ത 10 വർഷമായിട്ട് ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല കേട്ടാ. അതേപോലെ അഡ്വർടൈസ്മെന്റ് ഒക്കെയാണ് ഒട്ടിച്ചു വെച്ചിട്ടുള്ളത് കേട്ടാ. കേരള നമ്മളുടെ ഇപ്പത്തെ ഭരിക്കുന്ന KSRTC ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഗണേഷ് കുമാറാണ്. KL 15 2045. ഈ വാഹനത്തിന് നോക്കുകയാണെങ്കിൽ അന്തർദേശീയ അംഗീകാരങ്ങൾ നേടിയ ആരോഗ്യ മേഖല. ഞാൻ ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പനിക്ക് പോയിട്ട് ആ പാരസെറ്റമോൾ കിട്ടാത്തതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഓക്കെ, ആരോഗ്യ മേഖലയുടെ പ്രത്യേകതയാണ് കേട്ടോ. അടുത്തത് ഈ KL 15. ഈ KL 15 എന്ന് വരുന്ന ഭൂരിഭാഗം വാഹനത്തിന്റെയും 2021 തന്നെ ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞു. ഇപ്പൊ കാണിച്ച 3 വാഹനത്തിലും നമ്മുടെ ഭരണപക്ഷത്തിന്റെ പുതിയതായിട്ടുള്ള അഡ്വർടൈസ്മെന്റ് എഴുതി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് 2021 ഇൻഷുറൻസ് കഴിഞ്ഞിട്ട് ഇപ്പോഴും നിരത്തിലോടിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടാ. ഈ ഗ്രാമവണ്ടികൾ ഭൂരിഭാഗവും, അതായത് KL 15A ഇല്ലാത്ത ഗ്രാമവണ്ടികൾ ഭൂരിഭാഗവും ഇതുപോലത്തെ പിണറായി വിജയന്റെ മുഖവും ഈ ഗണേഷ് കുമാറിന്റെ മുഖവും രാജേഷിന്റെ മുഖമൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുള്ള വാഹനങ്ങൾ ഉണ്ടല്ലോ. ഇതൊന്നും ഇൻഷുറൻസ് ഇല്ലാതെ ജനങ്ങളുടെ ജീവന് ഭീഷണിയായിട്ട് ആരോഗ്യ മേഖലയുടെ
വലിയ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് നിരത്തിലോടുമ്പോ ജനങ്ങളുടെ ജീവന് ഭീഷണിയാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടം ജനങ്ങൾക്കാണ്. ഈ വാഹനമൊക്കെ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നഷ്ടം ഈ KSRTCയുടെ ലാഭത്തിൽ നിന്നാണ് പോകുന്നത്. ഗണേഷ് കുമാറിന് നഷ്ടങ്ങളൊന്നുമില്ല, പിണറായി വിജയന് നഷ്ടങ്ങളൊന്നുമില്ല. കാരണം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്താലാണ് ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുള്ളൂ. ആ ഗുണത്തിനെ കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരല്ലെങ്കിൽ, ജനങ്ങൾക്ക് പ്രതികരണശേഷി ഇല്ലെങ്കിൽ ഈ രീതിയിൽ ഫോട്ടോ ഒട്ടിച്ച് നമ്മൾ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു കാര്യം ഉപകാരം ചെയ്യുക. നിങ്ങൾ വീഡിയോയിൽ പകർത്തു. നിയമം KSRTCക്കും പ്രൈവറ്റ് ബസ്സുകാർക്കും ഒന്നും വേറെ 5 2 ലക്ഷം രൂപ പോയി ആർക്കാ പോയി? എനിക്കല്ല പോയി, ഗണേഷ് കുമാറിനൊന്നും പോയില്ല. ആർക്ക് പോയി? നിങ്ങൾക്ക് പോയി. അതാണ് ആരോപണം എന്ന് പറഞ്ഞു. ഇതിൽ തകരാറുള്ള എന്താന്ന് പറഞ്ഞു. ചോദ്യം ചോദിച്ച ആൾ തന്നെ പറഞ്ഞു എന്താണ് ഇതിനകത്തൊരു കുഴപ്പം. നിങ്ങളെയൊക്കെ തെറ്റി ഒരാൾക്ക് നല്ല 6 അടി പൊക്കത്തി മേലുള്ള ആൾക്ക് നല്ല നിവർന്ന് കിടക്കാൻ പറ്റുന്ന അതിഗംഭീരമായ കട്ടിലുകളും സൗകര്യമായിട്ട് വണ്ടി വരുന്നുണ്ട്. അതൊരു 2 ആഴ്ചക്കുള്ളിൽ വരും. വന്നാൽ ഉടനെ അതിന്റെ ഉദ്ഘാടനമുണ്ട്. ഞെട്ടിക്കുന്ന വണ്ടികൾ ഇനി വരും. ഇനി പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ് വരുന്നുണ്ട്. അതിനെ ഷോർട്ട് ഡിസ്റ്റൻസ് ആക്കിക്കൊണ്ട് എറണാകുളം തിരുവനന്തപുരം അങ്ങനെ ആക്കിക്കൊണ്ട് വണ്ടി വരും. ഇനി വരാൻ പോകുന്ന ഒരു വണ്ടി എന്റെ സ്വപ്നത്തിലുള്ള വണ്ടി, അത് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ്. അത് ഒരു അടിമയെ പോലെ ഞാൻ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു കാര്യം ഉപകാരം ചെയ്യുക. നിങ്ങൾ വീഡിയോയിൽ പകർത്തു. നിയമം KSRTCക്കും പ്രൈവറ്റ് ബസ്സുകാർക്കും ഒന്നും വേറെ പറയില്ല. ഏതായാലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നിലവിൽ CPM-നെതിരെ, ഇടത് സർക്കാരിനെതിരെ, ഇടത് നേതാക്കന്മാർക്കെതിരെ ഉയരുന്നുണ്ട്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ആശയമാണെന്നും പാവപ്പെട്ടവനൊപ്പം എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിലുള്ള വിശ്വാസം. പക്ഷേ ഇപ്പോൾ ചില കാര്യങ്ങളിൽ ഇതിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം പാർട്ടിയിലുള്ള അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർക്ക് മാത്രം വലിയ രീതിയിൽ വളർച്ചയുണ്ടാകുന്ന താഴേക്കിടയിലുള്ള ആളുകളെ കണ്ടില്ലെന്ന് നടിക്കുന്ന രീതിയിലടക്കം പലപ്പോഴും നേതാക്കന്മാർ മാറുന്നത് നമ്മൾ കണ്ടു. അതായത് പാർട്ടിക്കുള്ളിലെ ആളുകൾക്ക് പോലും വലിയ രീതിയിലുള്ള വിയോജിപ്പുകൾ ഉണ്ടായി തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ 10 വർഷം കേരളം കണ്ടത് എന്നുള്ളതാണ്. സ്വന്തം പാർട്ടിക്കാരെ അവിടെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ സർക്കാർ എന്താണ് പൊതുജനങ്ങൾക്ക് ചെയ്തത് എന്ന് ചോദിച്ചാൽ അവിടെയും പല കാര്യങ്ങൾക്കും ഉത്തരമില്ല. വലിയ രീതിയിലുള്ള അഴിമതികളെക്കാൾ ഉപരി ഈ സാമ്പത്തിക ബാധ്യത സാഹചര്യത്തിൽ പോലും കോടിക്കണക്കിന് രൂപ ഒരാവശ്യവുമില്ലാതെ ധൂർത്തടിച്ചു കളഞ്ഞ ഒരു സർക്കാർ. നവകേരള സദസ്സ് മുതൽ കേരള ഒരുപാട് കാര്യങ്ങളാണ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അതിലും വലിയ ധൂർത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഓരോ തെളിവുകളും കണക്കുകളും പുറത്തു വരുമ്പോൾ കേരളം വീണ്ടും വീണ്ടും സാമ്പത്തിക ബാധ്യതയിലേക്ക് കൂപ്പുകുത്തുന്നു എന്ന് കാണുമ്പോൾ അതിന്റെ പ്രധാന കാരണം ഈ പിണറായി സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് പൊതുജനങ്ങൾ വിലയിരുത്തുകയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ഈ പോസ്റ്റുകളൊക്കെ ജനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനുള്ള ഒരു മറുപടി ഒരുപക്ഷെ ഈ പറയുന്ന വരുന്ന തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒന്നുകൂടെ ജനങ്ങൾ കുറിക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ഇതിനിടയിൽ ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം മറ്റൊരു പ്രഖ്യാപനം കൂടെ ഉണ്ടാകുന്നു. അതായത് നടൻ മോഹൻലാലും പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ചേർന്നുകൊണ്ടൊരു അഭിമുഖം നടക്കാൻ പോകുന്നു. ഉടൻ തന്നെ അത് സംപ്രേഷണം ചെയ്യുമെന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഇതും ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ആണോ എന്നുള്ള സംശയങ്ങൾ നിലവിൽ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി മോഹൻലാൽ നടത്തുന്ന ആ അഭിമുഖം ഈ വ്യാഴാഴ്ച സംപ്രേഷണം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ. സർക്കാരിന് വേണ്ടി PRD തയ്യാറാക്കിയ കണ്ടും മിണ്ടിയും ഇരുവർ എന്ന അഭിമുഖ പരിപാടിയുടെ ടീസറാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത്. സംവിധായകൻ TK രാജീവ് കുമാർ അടക്കമുള്ളവരാണ് അണിയറയിൽ പ്രവർത്തിച്ചതെന്നാണ് വിവരം. മുഖ്യമന്ത്രിയുടെ പ്രത്യേക ആവശ്യം പരിഗണിച്ചാണ് മോഹൻലാൽ അഭിമുഖത്തിനായി എത്തിയതെന്നും വിവരമുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മോഹൻലാലും നേരത്തെ അഭിമുഖം നടത്തിയത് ശ്രദ്ധേയമായിരുന്നു. പിണറായി വിജയനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മോഹൻലാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും ആധാരമാക്കിയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം ഉണ്ടാകുമെന്നത് കാത്തിരുന്ന് തന്നെ കാണണം. 2 ദിവസം കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ വെച്ചാണ് ഈ അഭിമുഖം ചിത്രീകരിച്ചിരിക്കുന്നത്. അതീവ രഹസ്യമായിട്ടായിരുന്നു ഈ ചിത്രീകരണം. അതേസമയം
സർക്കാർ അമിതമായ PR വർക്ക് നടത്തുന്നു എന്നുള്ള ഒരു പ്രതിപക്ഷ ആരോപണങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി മോഹൻലാൽ അഭിമുഖം കൂടെ പുറത്തു വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ആക്ഷൻ പടം ഇഷ്ടം പോലെ ചെയ്തിട്ടുള്ള മോഹൻലാൽ ഈ പറയുന്ന അഭിമുഖവും അത്തരത്തിലൊരു ആക്ഷനായിട്ട് മാത്രം ചെയ്യുകയാണോ അല്ലയോ എന്ന് ഉറ്റുനോക്കുകയാണ് ജനങ്ങൾ. എന്തായാലും ക്ലിഫ് ഹൗസിന് മുൻപിൽ എത്തിയിട്ടാണ് ഇത്തരത്തിലെ അഭിമുഖങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന്റെ ചില ടീസർ പുറത്തു വരുമ്പോൾ വളരെ ആകാംക്ഷയോടെ എന്താണ് ചോദിക്കാൻ പോകുന്നത്, ഇതിലൂടെ എന്താണ് മുഖ്യമന്ത്രി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ കാത്തിരിക്കുകയാണ് ജനങ്ങൾ. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകൾ അല്ലെങ്കിൽ വളരെ നിർണായകമായിട്ടുള്ള സമയങ്ങളാണ് ഇടത് സർക്കാരിനെ സംബന്ധിച്ച് മുൻപിലുള്ളത്. തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഈ നഷ്ടപ്പെട്ടിട്ടുള്ള പേര്, നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്വീകാര്യത അത് തിരിച്ചു പിടിക്കണം എന്നുള്ള പൂർണ്ണമായിട്ടുള്ള തീരുമാനം തന്നെയാണ് ഇത്തരത്തിൽ ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളും വരുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയും മോഹൻലാലും തമ്മിലുള്ള ആ ഒരു അഭിമുഖത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം.